ഹലോ ഫ്രണ്ട്സ്, ഫ്രാക്ഷൻസിലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 3n1/2 + 2n1/3 - 4n1/6 തുല്യമായത് ഏത് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് മിശ്ര ഭിന്നങ്ങളാണ് അല്ലേ. മിശ്ര ഭിന്നങ്ങളുടെ ഓപ്പറേഷൻസ് ആണ് തന്നിരിക്കുന്നത്, അഡീഷനും സബ്ട്രാക്ഷനും. അപ്പോൾ മിശ്ര ഭിന്നത്തിൽ തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട അതിനെ വിഷമ ഭിന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മിക്സഡ് ഫ്രാക്ഷൻസിനെ നമ്മൾ എന്താക്കുക, ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് ആക്കി മാറ്റിയിട്ട് വേണം ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് എങ്ങനെയാണ് മിക്സഡ് നമ്പറിനെ നമുക്ക് ഇംപ്രോപ്പർ ആക്കാം എന്നുള്ളത് ആദ്യം നോക്കാം. ഇപ്പൊ A&B/C എന്ന് തന്നിരുന്നാൽ നമ്മൾ എങ്ങനെ അതിനെ ഇംപ്രോപ്പർ ആക്കും? ആദ്യം എയും സിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് മുകളിൽ കിടക്കുന്ന നമ്പർ ദാറ്റ് ഈസ് ബിയുമായിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്താണോ അത് തന്നെ എന്ത് ചെയ്യുക, ഇംപ്രോപ്പർ ആയിട്ട് എഴുതുമ്പോഴും കൊടുക്കുക. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 3n1/2 നമുക്ക് മാറ്റണം, 2n1/3 മാറ്റണം, 4n1/6 ഇതുപോലെ എന്ത് ചെയ്യണം, മാറ്റണം. നമുക്ക് ഓരോന്നിട്ട് ചെയ്യാം. 3n1/2 എന്ന് പറയുമ്പോൾ 3ഉം 2ഉം തമ്മിൽ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് മുകളിൽ കിടക്കുന്ന നമ്പർ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഡിവൈഡഡ് ബൈ എന്താണോ ഡിനോമിനേറ്റർ അത് തന്നെ എന്ത് ചെയ്യുക, കൊടുക്കുക. സോ ആൻസർ എന്ത് വരും? 3 × 2 6 അല്ലേ. 6 + 1 എന്ത് കിട്ടും? 7/2 എന്ന് കിട്ടും. സോ 3n1/2 പകരം നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് 7/2 എഴുതാം. ഇനി അടുത്തത് എടുക്കുക. അടുത്തത് ഏതാണ്? 2n1/3. ഇതേപോലെ തന്നെ ചെയ്ത് നോക്കുക. 2 × 3 ചെയ്യാം, പ്ലസ് ഏത് ചെയ്യണം, 1 ചെയ്യണം. ഡിവൈഡഡ് ബൈ എന്താണോ ഡിനോമിനേറ്റർ അത് തന്നെ കൊടുക്കുക. സോ ആൻസർ എന്ത് വരും? 2 × 3 6, 6 + 1 7/3. ഇനി ഒരെണ്ണം കൂടിയേ ഉള്ളൂ, 4n1/6. ഇവിടെ ഞാൻ സ്റ്റെപ്പ് ഒന്നും എഴുതുന്നില്ല, നിങ്ങൾ തന്നെ നോക്കുക. 6 × 4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 24 എന്ന് കിട്ടും. 24ന്റെ കൂടെ എത്ര കൂട്ടണം? 1 കൂട്ടണം. അപ്പൊ എത്ര കിട്ടും? 25 എന്ന് കിട്ടും. ഡിനോമിനേറ്റർ എന്താണോ അത് തന്നെ കൊടുക്കുക. സോ ആൻസർ 25/6. ഇനി ഇതെല്ലാം കൂടി എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം ഓർഡറിൽ തന്നെ ഇട്ട് കൊടുക്കാം. ആദ്യം 3n1/2 ആണ് കിടക്കുന്നത്. സോ 7/2 പ്ലസ് അടുത്തത് ഏതാണ്? 2n1/3 ആണ് അല്ലേ. 2n1/3 നമുക്ക് കിട്ടിയത് 7/3 എന്നാണ്. മൈനസ് 4n1/6 നമുക്ക് കിട്ടിയത് 25/6 എന്നാണ്. ഇനി നോക്കുക, ഡിനോമിനേറ്റർ ഇവിടെ സെയിം ആണോ? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് ന്യൂമറേറ്റർ അങ്ങ് ആഡോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? LCM കാണണം. ഏതിൻ്റെയൊക്കെ? 2ൻ്റെയും 3ൻ്റെയും 6ൻ്റെയും LCM കാണണം. എന്തായിരിക്കും വരിക? നോക്കിക്കേ, 2ൻ്റെ ടേബിളിലും 6 ഉണ്ട്, 3ൻ്റെ ടേബിളിലും ആരുണ്ട്? 6 ഉണ്ട്. സോ നമുക്ക് LCM ഇവിടെ ആരെ എടുക്കാം? 6നെ എടുക്കാം. ക്ലിയർ അല്ലേ? 2ൻ്റെ ടേബിളിലും 6 വരുന്നുണ്ട്, 3ൻ്റെ ടേബിളിലും 6 വരുന്നുണ്ട്. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ സെയിം ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡിനോമിനേറ്റർ നമ്മൾ 6 ആക്കിയാൽ പോരെ. അപ്പോൾ നമ്മുടെ LCM 6 ആണ്. അപ്പൊ നോക്കിക്കുക, ആദ്യത്തെ ഫ്രാക്ഷൻ എടുക്കുമ്പോൾ ഡിനോമിനേറ്റർ 2 ആണ്. 2നെ നമുക്ക് എന്താക്കണം? 6 ആക്കണം. 2നെ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടും? ആലോചിച്ചേ. 2 × എത്ര ചെയ്യുമ്പോഴാണ് 6? × 3 അല്ലേ. ഈ × 3 എവിടെയും കൂടി ചെയ്യാം, മുകളിലും കൂടി ചെയ്യാം. ക്ലിയർ അല്ലേ? ഇനി അടുത്ത നോക്കുക, 7/3. 3നെ നമുക്ക് എന്താക്കണം? 6 ആക്കണം. നമ്മുടെ LCM ആയിട്ട് കിട്ടിയ 6 ആക്കണം. 3നെ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 6 കിട്ടുന്നത്? 2 തന്നെ അല്ലേ. അപ്പൊ × 2 നമ്മൾ താഴെ ചെയ്യുമ്പോൾ എവിടെയും ചെയ്യണം, മുകളിലും ചെയ്യണം. ഇനി 25/6 ഇതിനെ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം? വേണ്ട. കാരണം എന്താ? അത് ഓൾറെഡി നമ്മുടെ LCM തന്നെ അല്ലേ, 6 തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഒന്നും ചെയ്യാൻ പോകണ്ട. ഇനി നമ്മൾ എന്ത് ചെയ്യാം? 7 × 3 എത്ര കിട്ടും? 21/2 × 3 എന്താ? 6 പ്ലസ് 7 × 2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 14 എന്ന് കിട്ടും. ബൈ again 6 മൈനസ് 25/6. ഇപ്പൊ നോക്കിക്കേ, ഡിനോമിനേറ്റർ എല്ലാം സെയിം അല്ലേ. ഇനി ന്യൂമറേറ്റർ എന്ത് ചെയ്യുക? കമ്പൈൻ ചെയ്യുക. 21 + 14 - 25 ഡിവൈഡഡ് ബൈ 6. സോ 21ഉം 14ഉം കൂടെ ആദ്യം ആഡ് ചെയ്യുക. എന്നിട്ട് കിട്ടിയ ഉത്തരത്തിന് എന്ത് ചെയ്യുക? 25 ആയിട്ട് മൈനസ് ചെയ്യുക. നമുക്ക് എത്ര കിട്ടും? 10/6 എന്ന് കിട്ടും. 10/6 എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ഇംപ്രോപ്പർ ആക്കുക.
സോറി ഇതിനെ മിക്സഡ് ആക്കുക. ഇംപ്രോപ്പറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെ. ഇംപ്രോപ്പർ മീൻസ് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെ കാട്ടി എന്തായിരിക്കും, വലുതായിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന കേസിലെല്ലാം എന്ത് ചെയ്യുക, അതിനെ മിക്സഡ് ആക്കുക എന്നുള്ളതാണ്. അപ്പൊ നോക്കാം, നമുക്ക് 10നെ എന്ത് ചെയ്യാം, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6ന്റെ ടേബിൾ 1 ടൈംസ് അല്ലേ, എത്ര വരും, മൈനസ് ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. ഇനി ഈ ഒരു ഓർഡർ കറക്റ്റ് ആക്കുക. അതിന് യു ഷേപ്പ് ഓർത്ത് വെക്കുക. ആദ്യം 1 എഴുതണം, പിന്നെ 4 എഴുതണം, ലാസ്റ്റ് എന്ത് എഴുതുക, 6. സോ എഴുതുമ്പോൾ എങ്ങനെ വരും, ആദ്യം 1 then 4 അതിന്റെ താഴെ 6. സോ ആൻസർ 1 and 4/6. ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.